അക്കുലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൈക്കോളജിയിലെ 150 മുൻകാല ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേറ്റഡ് പരീക്ഷ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ക്ലാസ്സുകൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കുറെ പാർട്ടുകളുണ്ട്. ഇന്ന് ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മുമ്പത്തെ പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കാണുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മുൻകാല ചോദ്യങ്ങളും അതുപോലെ തന്നെ ചോദ്യ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 136ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞു നോക്കാം കേട്ടോ. ഒരു അധ്യാപിക പ്രതിഭാധനനായിട്ടുള്ള ഒരു കുട്ടിയെ ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. ഇവിടെ അധ്യാപിക സ്വീകരിച്ചത് എന്താണ്? ഇവിടെ എന്താണ്? പ്രതിഭാധനനായിട്ടുള്ള ഒരു കുട്ടിയെ എന്ത് ചെയ്തു? ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുക എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന വേർഡ് എന്താണ്? ഇൻക്ലൂഷൻ, ഉൾച്ചേർക്കലാണോ അതിന് പറയുന്ന വേർഡ്? എന്ത് വേർഡാണ് പറയുന്നത്? അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തൽ, ആക്സിലറേഷൻ ആണോ? സെഗ്രേഷൻ ആണോ? വേർപ്പെടുത്തലാണോ? ഏതാണ് പറയുന്നത്? ഏതാ പറയുന്നത്? ഇൻക്ലൂഷൻ ആണോ? ആക്സിലറേഷൻ ആണോ? സെഗ്രിഗേഷൻ ആണോ? ഏതാ പറയുന്നത്? ഇവിടെ നോക്കാം. അതായത് അധ്യാപിക പ്രതിഭാധനനായിട്ടുള്ള ഒരു കുട്ടിയെ ഉയർന്ന ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് പലതവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യമാണ്. റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ത്വരിതപ്പെടുത്തലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആക്സിലറേഷൻ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അഥവാ ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി ഐക്യു ഉയർന്നിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നു. അതേപോലെ തന്നെ എന്താണ്? ഗ്രേഡ് സ്കിപ്പിംഗ്. ഇവർക്ക് കൊടുക്കാവുന്ന മറ്റൊരു സംഭവമാണ് ഗ്രേഡ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഗ്രേഡ് സ്കിപ്പിംഗ്? അതായത് ഒരു ഗ്രേഡിലേക്ക് എടുത്താതെ അതിന്റെ മുകളിലേക്കുള്ള ഗ്രേഡിലേക്ക് അവിടെ കയറ്റി ഇരുത്തുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി പ്രൊമോഷൻ എന്ന് പറയും. ഏർലി പ്രൊമോഷൻ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഒരു ഗ്രേഡ് ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? കാരണം ആ കുട്ടിക്ക് അതിനുള്ള ഒരു ഐക്യം ഉണ്ട് ആ ഒരു രൂപത്തിൽ. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻ ഒന്നുമല്ല. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾച്ചേർക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങൾ കുട്ടികളെ എന്ത് ചെയ്യുക? സാധാരണ ക്ലാസ്സിൽ ചേർത്തി ഇരുത്തിയിട്ട് ഒരുമിച്ച് പഠിപ്പിക്കുക എന്നുള്ളത്. പഠനം വേർതിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പ്രത്യേകം ക്ലാസ്സിലോ സ്കൂളിലോ പഠിപ്പിക്കുന്നതിനാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നിട്ടുള്ളത്. ദെൻ അത് വേർപ്പെടുത്തൽ, അത് വേറെ സ്കൂളിലോ അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ പഠിപ്പിക്കുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് അക്ലൈമറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൊരുത്തപ്പെടൽ എന്ന് പറഞ്ഞ പുതിയ സാഹചര്യത്തിൽ, പുതിയ എൻവയോൺമെന്റിനോട് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ സ്ലോവിലി കാര്യങ്ങൾ എന്ത് ചെയ്യുക? കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക കേട്ടോ. അതിനാണ് പൊരുത്തപ്പെടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓർത്തു വെക്കുക. 137ാമത്തെ ക്വസ്റ്റ്യൻ. നല്ല കുട്ടി, ഗുഡ് ബോയ് എന്ന് കേൾക്കുവാനായി ബിനോയ് നന്നായി പെരുമാറുന്നു. കോൾബർഗിന്റെ ധാർമ്മിക വികസന സിദ്ധാന്തം അഥവാ മോറൽ ഡെവലപ്മെന്റ് പഠിച്ചിട്ടുണ്ട്. അവൻ ഏത് ഘട്ടത്തിലാണുള്ളത്? ഔപചാരിക ഘട്ടം, കൺവെൻഷണൽ സ്റ്റേജ്, ഔപചാരിക പൂർവ്വഘട്ടം, പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ ഘട്ടം അഥവാ പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്, പ്രാഗ് മനോവ്യാപാര ഘട്ടം. ഏതിനാണുള്ളത്? ഇതിനകത്ത് ഡി അല്ല എന്ന് ഉറപ്പാണ്. കാരണം പ്രാഗ് മനോവ്യാപാര ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആരുടേതാണ്? പിയാഷയുടേതാണ്. അപ്പൊ ഇതല്ല. ഓക്കെ, ഈ മൂന്നിലും ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ, നല്ല കുട്ടി എന്ന് പറയിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാണ്? കൺവെൻഷണൽ സ്റ്റേജിലാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ഔപചാരിക ഘട്ടം എന്ന് പറയുന്ന 3 ലെവലുകളാണുള്ളത് അല്ലെ. പ്രീ കൺവെൻഷണൽ ലെവൽ, അതുപോലെ കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ആ ഓരോ ലെവലിലും 2 സ്റ്റേജുകൾ വെച്ചിട്ട് ടോട്ടൽ 6 എണ്ണവും എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ നല്ല കുട്ടി എന്ന് പറയിപ്പിക്കുക. അതിനുള്ള ആ ഒരു ഇത് വരുന്നത് ഏത് സ്റ്റേജിലാണ്? കൺവെൻഷണൽ സ്റ്റേജിലാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി ജനറൽ എക്സൈറ്റ്മെന്റ് എന്ന ഒരു വികാരം മാത്രമാണ് എമി എന്ന കുട്ടി പ്രകടിപ്പിക്കുന്നത്. എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വികാരം. ഗാദറിൻ വിഡ്ജസിന്റെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഏത് പ്രായത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ. കൗമാരമാണോ? ശൈശവമാണോ? പിൽക്കാല ബാല്യമാണോ? എന്താണ് മധ്യബാല്യമാണോ? മിഡിൽ ചൈൽഡ്ഹുഡ്? ഏതാണ് വരുന്നത്? നമുക്കറിയാം ഗാദറിൻ വിഡ്ജസിന്റെ ആ ഒരു ഡിസ്കഷൻ തന്നെ ഇമോഷണൽ അല്ലെ. ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് അവിടെ പറയുന്നത്. ദെൻ അത് ചെറിയ കുട്ടികളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നടത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവം വരുന്നത് എവിടെയാണ്? ഇൻഫൻസി, ശൈശവത്തിലാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
39ാമത്തെ ചോദ്യം, പഠനത്തിന്റെ വിലയിരുത്തലിനായി താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുവാൻ സാധിക്കുക? അസസ്മെന്റ് ഫോർ ലേണിംഗ് അല്ലെ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്. ഇതിൽ പഠനത്തിന്റെ ഒരു വിലയിരുത്തലിന് വേണ്ടി താഴെ പറയുന്നതിൽ ഏത് ഉപയോഗിക്കാം? യൂണിറ്റ് ടെസ്റ്റ്, ക്ലാസ് റൂം ചർച്ചകൾ, നിരീക്ഷണം, പ്രൊജക്ടുകൾ. ഇതൊക്കെ PYQ ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഏതാണ് അസസ്മെന്റ് ഫോർ ലേണിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? എന്താണ്? യൂണിറ്റ് ടെസ്റ്റ് അല്ലെ, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ പഠനത്തിന്റെ ഒരു വിലയിരുത്തൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് എന്താണ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ് യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എത്രത്തോളം കുട്ടി ആ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ക്ലാസ് റൂം ചർച്ചകളും നിരീക്ഷണം, പ്രൊജക്ടുകളും ഒന്നും അതിനകത്ത് പെടാത്തതാണ്. അപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ പഠനത്തിന്റെ വിലയിരുത്തലിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? യൂണിറ്റ് ടെസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. ദെൻ പഠിപ്പിക്കാനുള്ള ഒരു പാഠഭാഗം ഒരു കഥയുടെ രൂപത്തിൽ ആമുഖമായി വാച്യ രൂപത്തിൽ ആഖ്യാനം ചെയ്യുന്നതിന് വിശദീകരിക്കാവുന്നത് എന്താണ്? അതായത് പഠിപ്പിക്കാനുള്ള ഒരു പാഠഭാഗം കഥയുടെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻട്രോ ചെയ്യുന്നത്. ഇതിന് എന്താണ് പറയുന്നത്? അഡ്വാൻസ് ഓർഗനൈസർ എന്നാണോ, ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നാണോ, ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണോ, ഇൻക്വയറി ട്രെയിനിങ് ആണോ? ഇവിടെ നമുക്കറിയാം ഏതാ പറയുന്നത്? ഒരു പാഠഭാഗം നമ്മൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നേരെ പോയിട്ടൊരു പാഠഭാഗം കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കലല്ല, മറിച്ച് ആ പാഠഭാഗത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു ഇൻട്രോ കുട്ടികൾക്ക് ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഒരു ഇൻട്രോ കുട്ടികൾക്ക് ഒരു ആമുഖം കൊടുക്കുന്നു. പക്ഷെ ആ ആമുഖം എന്തുണ്ട്? ഈ എടുക്കാൻ പോകുന്ന പാഠഭാഗവുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ആ ആമുഖം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവങ്ങളായി, ചിലപ്പോൾ കഥയായിരിക്കാം, ചിലപ്പോൾ ഒരു പാട്ടിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഇപ്പൊ നടന്നൊരു സംഭവത്തെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് കുറച്ചുകൂടി താല്പര്യം തോന്നും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് കേട്ടോ. അഡ്വാൻസ് ഓർഗനൈസർ പലതവണ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്, ഒരു PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒസബെല്ലിന്റേതാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അത് നമ്മൾ മറന്നു പോകേണ്ട. അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് അല്ലെ, റിസപ്ഷൻ ആൻഡ് ലേണിംഗ് അല്ലെ. റിസപ്ഷൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്വീകരണ പഠനം എന്ന് പറയും അല്ലെ, റിസപ്ഷൻ ലേണിംഗ്. ഓക്കെ, അപ്പോ അത് അദ്ദേഹത്തിന്റെ തിയറിയുടെ പേരായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? ഇപ്പൊ A ആണ് കറക്റ്റ് ആൻസർ. 141ാമത്തെ ക്വസ്റ്റ്യൻ, 141. വ്യക്തിത്വ വികാസത്തിൽ ഡൈനാമിക് ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം ഏതാണ്? ഡൈനാമിക് ഘടകങ്ങൾ, മനസ്സിന്റെ ഒരു ഘടന, സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതാരാണ്? എറിക്സന്റെ തിയറി ആണോ, ഫ്രോയിഡിന്റെ ആണോ, പിയാഷയുടെ ആണോ, കോൾബർഗിന്റേതാണോ? ഒരു സംശയമില്ല. പേഴ്സണാലിറ്റിയില് ഈ ഡൈനാമിക് ഘടകങ്ങളെ പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് സിദ്ധാന്തമാണ്. ആ തിയറിയിലാണ് പറയുന്നത് അല്ലെ. അവിടെ നമുക്കറിയാം അദ്ദേഹം 3 രൂപത്തിലായിട്ട് അതിന്റെ മനസ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭാഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് വിഭാഗത്തിൽ അവിടെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. കോൺഷ്യസ് ആയിട്ടുള്ള മനസ്സ്, അതുപോലെ പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്, അതുപോലെ തന്നെ അൺകോൺഷ്യസ്. ഇങ്ങനെ CPU എന്നൊരു കോഡ് വെച്ചിട്ട് നമുക്ക് അതിനെ ഓർത്തു വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ പറയുമ്പോൾ അവിടെ പറയുന്ന 3 കാര്യമാണ്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഓർത്തു വെക്കുക. ഇവിടെ ചോദ്യം എന്താണ്? ഈ വ്യക്തിത്വ വികാസത്തിൽ ഡൈനാമിക് ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് സിദ്ധാന്തമാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ അധ്യാപിക വരുമ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ ഒരു പ്രവൃത്തി ഏത് തരം ശ്രദ്ധയുമായി ബന്ധപ്പെട്ടതാണ്? ഏതൊരു അറ്റൻഷൻ ആണ്? ക്ലാസ്സിൽ കാണുമ്പോൾ കുട്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് മനസ്സിലാവണ്ട. അത് പ്രത്യേകിച്ച് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന പറയണത് അല്ലെങ്കിൽ ഫോഴ്സ് അങ്ങനെ ഒന്നുമല്ല. എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നു? അത് ആവർത്തിച്ച് ചെയ്യുന്നു. അപ്പൊ എന്താണ്? നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. എന്താണ്? ഹാബിച്വൽ അറ്റൻഷൻ ആണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ എന്താണ് ആരെങ്കിലും ഫോഴ്സ് ചെയ്യുകയോ ഓർത്തുവെക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്നു അല്ലെ. ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ഇന്ന് ബ്രഷ് ചെയ്യണമല്ലോ അങ്ങനൊന്നും ചിന്തിക്കാറൊന്നുമില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ ബ്രഷ് ചെയ്യുന്നു. കാരണം കുറെ നാളുകളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ശീലമായത് കൊണ്ട്. ഇവിടെ ഹാബിറ്റൽ അറ്റൻഷൻ ആണ്. ടീച്ചറെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ആ കാണുക എന്ന് പറയുമ്പോൾ കുട്ടി എണീറ്റ് നിൽക്കുക എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലേക്ക്, ആ ഒരു പ്രവൃത്തിയിലേക്ക് കുട്ടി വരുന്നു. ദെൻ അടുത്തത് മസ്തിഷ്ക പ്രക്ഷാളനം അഥവാ ബ്രെയിൻ സ്റ്റോമിംഗ് അല്ലെങ്കിൽ സിനാപ്റ്റിക്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത് ഏത് തന്ത്രങ്ങൾ കുട്ടികളിലെ ഏത് വർദ്ധിപ്പിക്കാനാണ് അധ്യാപകർ എന്ത് ചെയ്ത് ഉപയോഗിക്കുന്നത്? അതുപോലെ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് ആയിരുന്നാലും അതുപോലെ തന്നെ സിനാപ്റ്റിക്സ് ആയിരുന്നാലും ഒക്കെ ഏതിനെ പരിപോഷിപ്പിക്കുവാനാണ് ഉപയോഗിക്കുന്നത്?
മെറ്റാകോഗ്നേഷൻ ആണോ, ഇന്റലിജൻസ് ആണോ, ക്രിയേറ്റിവിറ്റി ആണോ, ആപ്റ്റിറ്റ്യൂഡ് ആണോ? നമുക്ക് സംശയമില്ല. ഈ ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, സർഗാത്മകതയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 144ാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി ഏത്? താഴെ പറയുന്നത് തെറ്റായിട്ടുള്ള ജോഡിയാണ് കണ്ടെത്തേണ്ടത്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് അഥവാ പ്രക്ഷേപണ തന്ത്രങ്ങൾ, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ആത്മനിഷ്ഠാ രീതി, സബ്ജക്റ്റീവ് മെത്തേഡ് കേസ് സ്റ്റഡി, ഓബ്ജക്റ്റീവ് മെത്തേഡ് ടാറ്റ്, MMPI, പേഴ്സണാലിറ്റി ഇൻവെന്ററി. ഇതിനകത്ത് തെറ്റായിട്ടുള്ള വരുന്ന ജോഡി ഏതാണ്? നമുക്കറിയാം പേഴ്സണാലിറ്റി അളക്കുന്നതിനുള്ള കുറെ ശോധകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് കൃത്യമായിട്ട് 3 വിഭാഗങ്ങൾ, അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്സും അതുപോലെ തന്നെ സബ്ജക്റ്റീവ് മെത്തേഡും ഓബ്ജക്റ്റീവ് മെത്തേഡും. ഇനി അതിൽ വരുന്ന തന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിനുള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇവിടെ ഏതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കണക്ഷൻ കോഡിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ചില കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അതിനകത്തൊന്നും ഒരു കൺഫ്യൂഷൻ ഇല്ല. പ്രത്യേകിച്ച് കാണാപ്പാടം, ഇതൊന്നും കാണാപ്പാടം പഠിക്കൽ നടക്കുന്ന കേസൊന്നും അല്ല കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു കണക്ഷൻ ഇട്ടിട്ട് നമ്മൾ ചെയ്തു, അത് നിങ്ങൾ ഓർത്തു വെച്ചാൽ തന്നെ കിട്ടും. ഓക്കെ, പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഏതാണ്? ഇത് ഒന്നാമത്തെ ശരിയാണ് അല്ലെ. അതുപോലെ തന്നെ സബ്ജക്റ്റീവ് മെത്തേഡ് കേസ് സ്റ്റഡി സബ്ജക്റ്റീവ് മെത്തേഡ് ആണ്. ടാറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് മെത്തേഡ് അല്ല, അതെന്താണ്? പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. പ്രൊജക്റ്റീവ് ടെക്നിക്സിലാണ് ടാറ്റ് വിടുന്നത്. പിന്നെ MMPI എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണ്. അപ്പൊ സി ആണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള ജോഡിയായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ കോഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക, കാണാപ്പാഠം പഠിക്കലൊന്നും നടക്കുന്ന കേസൊന്നുമല്ല. ഇതൊക്കെ ഓർത്തു വെക്കാനും പ്രയാസം തന്നെയാണ്. ഒരു മരത്തടി കൊണ്ട് എന്തെല്ലാം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാം? ടീച്ചറുടെ ഈ ചോദ്യം കുട്ടികളിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഒരു ടീച്ചർ വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു മരത്തടി തന്നാൽ നിങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചിന്തിക്കും അല്ലെ. അപ്പൊ ഇതുണ്ടാക്കാം. ചിലപ്പോൾ പുതിയ പുതിയ ആശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരും. അപ്പൊ ഇത് ഏത് തരം ചിന്തനമാണ് അല്ലെ? എന്തിനാണ് സഹായിക്കുന്നത് കുട്ടികളെ? ഈ ഒരു ചോദ്യം കുറെ കാര്യങ്ങൾ ചിന്തിക്കൂലേ? അപ്പൊ നമുക്കറിയാം ഡൈവേർജന്റ് തിങ്കിങ് ആണ് എന്നുള്ളത് അല്ലെ. അതായത് ഒരു പ്രശ്നത്തിന് ഒരുപാട് സൊല്യൂഷൻ അല്ലെങ്കിൽ പുതുമയുള്ള കുറെ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുന്ന ചിന്തനമാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാല്. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരൊറ്റ സംഭവം മാത്രമേ, ഒറ്റ ആൻസർ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ അല്ലെ. ഒറ്റ സൊല്യൂഷൻ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകതയ്ക്ക് എന്ത് വേണം? പുതിയ പുതിയ ആശയങ്ങൾ വരണം അല്ലെ. ഒരാൾ ചെയ്തത് അപ്പോഴേ കോപ്പി അടിച്ചു വെക്കുന്നതല്ല, പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത പറയുന്നത്. എന്നാൽ കൺവേർജന്റ് തിങ്കിങ്ങിലേക്ക് വരുമ്പോൾ അത് ഇന്റലിജൻസുമായി അഥവാ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാല് ഒരു ആൻസറേ അതിനകത്തുള്ളൂ. ഇപ്പൊ കണ്ണ് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയാണ് അല്ലെ, കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ആൻസർ നമുക്ക് പറയാൻ സാധിക്കും എന്നത് കണക്ട് ചെയ്യുന്നത് പോലെ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ അതൊറ്റ സൊല്യൂഷൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇന്റലിജൻസ് ആണ്. ഡൈവേർജന്റ് തിങ്കിങ് എന്താണ്? ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. അപ്പൊ മരത്തടി കൊണ്ട് എന്തെല്ലാം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാം എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടികളുടെ പല വിധത്തിലുള്ള ആശയങ്ങളാണ് അവിടെ വരുന്നത്. 146ാമത്തെ ക്വസ്റ്റ്യൻ, ബാഹ്യ അഭിപ്രേരണ അഥവാ എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ഉദാഹരണമായിട്ടുള്ളത് ഏതാണ്? താഴെ പറയുന്നതിൽ എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ഉദാഹരണമായിട്ടുള്ളത്: പ്രശസ്തിക്ക് വേണ്ടി നൃത്തം പരിശീലിക്കുന്നു, ഇഷ്ടപ്പെട്ട ചെടികൾ നട്ടുവളർത്തുന്നു, ഒഴിവ് സമയങ്ങളിൽ പുസ്തകം വായിക്കുന്നു, ന്യൂസ് പേപ്പർ വായിക്കുന്നു. ഏതാണ് എക്സ്റ്റൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? പുറത്തൊരു കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ കണക്ട് ചെയ്താൽ എക്സിറ്റ് ആയിട്ട് പുറത്തൊരു സാധനം ഉണ്ട്, അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, അതിനെ മുന്നിൽ കണ്ടുകൊണ്ട്. ഇൻട്രൻസിക് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ആനന്ദം, സന്തോഷം, നമ്മളുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്, താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണ്. അത് ഇൻട്രൻസിക് മോട്ടിവേഷൻ. ഇവിടെ ഇഷ്ടപ്പെട്ട ചെടികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെട്ട ചെടികൾ വളർത്തുന്നത് ഇൻട്രൻസിക് ആണ്. ഒഴിവ് സമയങ്ങളിൽ പുസ്തകം വായിക്കുന്നത് ഇൻട്രൻസിക് ആണ്. ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഇൻട്രൻസിക് ആണ്. ഇവിടെ പ്രശസ്തിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നൃത്തം പരിശീലിക്കുകയാണ്. അതാണ് എയിം എന്ന് പറഞ്ഞാൽ. ചില ആളുകൾ എന്താണ്, അവർ സന്തോഷം കൊണ്ട് നൃത്തം വെക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, സന്തോഷം. ഇതങ്ങനല്ല. ഇത് ചെയ്യുന്നത് ഒരു പ്രശസ്തി, മറ്റേത് ഓട്ടോമാറ്റിക് പ്രശസ്തി വന്നത് ഓക്കെ. പക്ഷെ അത് മാത്രം ലക്ഷ്യം വെച്ച് വരുമ്പോൾ അതെന്താണ്? എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ തിയറി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അബ്രഹാം മാസ്ലോയുടെ ഹെറാർക്കി ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ ശ്രേണി, അത് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണോ, മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടതാണോ, ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണോ, കൺവേർജന്റ് തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണോ? അബ്രഹാം മാസ്ലോയുടെ തിയറി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഏതാണ്? ഒരു സംശയം വേണ്ട,
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണയാണ് അല്ലെ, മോട്ടിവേഷൻ തിയറിയാണ് അദ്ദേഹത്തിന്റെ. അത് രണ്ട് ഹെറാർക്കിയാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഒന്ന് ഹെറാർക്കി ഓഫ് നീഡ്സും അതുപോലെ ഹെറാർക്കി ഓഫ് ലേണിംഗും. അത് ഗാഗ്നയുടെ അല്ലെ, ഗാഗ്നയുടെ തിയറി, റോബർട്ട് ഗാഗ്നയുടെ തിയറി ലേണിംഗുമായി പഠനവുമായി ബന്ധപ്പെട്ട ഹെറാർക്കിയാണ് എങ്കിൽ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി എന്തുമായി ബന്ധപ്പെട്ടതാണ്? മോട്ടിവേഷൻ തിയറിയാണ് കേട്ടോ, അഭിപ്രേരണ തിയറിയാണെന്ന് ഓർത്തു വെക്കുക. 148ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സഹവർത്തിത അഥവാ കൊളാബറേറ്റീവ് ക്ലാസ് റൂമിൽ ഉൾപ്പെടാത്ത സവിശേഷത ഏതാണ്? കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ് പഠിച്ചിട്ടുണ്ടാകും. വൈഗോട്സ്കിയുടെ തിയറി പഠിച്ചപ്പോൾ നമ്മൾ അവിടെ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, സഹകരിച്ചുകൊണ്ടുള്ള പഠനം, ഒറ്റയ്ക്ക് എന്നുള്ള ഒരു പഠനത്തെ അല്ല അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ താഴെ പറയുന്നതിൽ ഏതാണ് അത്തരം ക്ലാസ് റൂമിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആശയങ്ങൾ പങ്കുവെക്കൽ അല്ലെ, പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കൽ ശരിയാണ്. കൈത്താങ്ങായി നിൽക്കൽ ശരിയാണ്. സ്വയം വിലയിരുത്തലും പരസ്പരം വിലയിരുത്തലും ഉണ്ടോ? ഇതൊക്കെ വേറൊരാളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സംഭവമാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? സഹവർത്തിത പഠനവും അഥവാ കൊളാബറേറ്റ് ലേണിംഗ് ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ സ്വയം പാഠങ്ങൾ ഉരുഴുക, ഒരു കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ പാഠം പഠിക്കുക എന്ന് പറയുന്നത് എന്തല്ല? അത് സഹവർത്തിത ക്ലാസ് റൂമിൽ ഉൾപ്പെടാത്ത സവിശേഷതയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 149ാമത്തെ ക്വസ്റ്റ്യൻ, ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ രാഹുലിനെ അമ്മ പല തവണ വിളിക്കുന്നു അല്ലെ, അവൻ അത് കേൾക്കുന്നുണ്ടെങ്കിലും അത് കേട്ടതായി ഭാവിക്കുന്നില്ല. പിന്നീട് അമ്മ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിളിച്ചത് കേട്ടില്ല എന്ന് നിഷേധിക്കുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? ഏത് തരം ഡിഫൻസ് മെക്കാനിസം ആണ്? നമുക്കറിയാം, ഒരു റിയാലിറ്റി എന്ത് ചെയ്യുന്നു? അരോചകമായ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു റിയാലിറ്റിയെ നിഷേധിക്കുന്നതിന് എന്താ പറയാ? അതിനകത്ത് തന്നെ ഉണ്ട് നിഷേധം അല്ലെ, ഡിനയൽ എന്ന് പറയുന്നത് നിഷേധമാണ് വരുന്നത് കേട്ടോ. പ്രൊജക്ഷനോ റാഷണലൈസേഷനോ ഐഡന്റിഫിക്കേഷനോ അല്ല, അവിടെ നിഷേധമാണ് വരുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 150ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള പാർട്ട് വീഡിയോകൾ നിങ്ങൾ പോയിട്ട് കാണുക. ഈ കേട്ടതിന്റെ ലാസ്റ്റ് നിമിഷത്തിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക കേട്ടോ. താഴെ പറയുന്നവയിൽ കൺവേർജന്റ് തിങ്കിങ്ങുമായി കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ്? എന്താണ് കൺവേർജന്റ് തിങ്കിങ്? നമ്മൾ പറഞ്ഞു ഒരൊറ്റ സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. അവിടെ കണ്ണോർത്താൽ മതി. കണ്ണ്, അതല്ല കണ്ണിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. കൺവേർജന്റ് കണ്ണെടുക്കുക. കണ്ണ് എന്തിനെ? കാഴ്ച. ഈ ഒരു ആൻസർ ഉള്ളൂ അല്ലെ, കാഴ്ചയ്ക്ക് വേണ്ടിയാണ് കണ്ണ് അല്ലെ. അത് എത്ര വർഷം കഴിഞ്ഞാലും ഈ ഒരു ആൻസർ തന്നെയാണ്. അപ്പോ അവിടെ ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നോക്കിയേ, നിരവധി പരിഹാര മാർഗങ്ങൾ കൺവേർജന്റ് തിങ്കിങ്ങിൽ ഉണ്ടാകുമോ? ഉണ്ടാവില്ല അല്ലെ, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ക്രിയേറ്റിവിറ്റി ആണോ? അല്ല, ക്രിയേറ്റിവിറ്റിയിൽ ഡൈവേർജന്റ് തിങ്കിങ് ആണ് വരുന്നത്. കാരണം കുറെ സൊല്യൂഷൻസ് നമുക്ക് ആലോചിക്കാൻ സാധിക്കും. ഒരു പരിഹാര മാർഗം ശരിയാണ്. ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണ്. അപ്പോൾ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, 3ഉം 4ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോ എന്തായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങളാണ് ഈ 150 ചോദ്യങ്ങളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ പോയിന്റുകൾ ഓർത്ത് വെക്കുക. ആ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക. TYK-ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോ നന്നായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുക. ഇനിയും നമ്മൾക്ക് കുറച്ച് ദിവസങ്ങളുണ്ട് അല്ലെ. ആ ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് ക്ലാസ്സസ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ആ ഒരു വിശ്വാസത്തോടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.